എന്താ പിള്ള ഇത്? എത്ര രൂപയാ ലാഭം കാണിച്ചിരിക്കുന്നത്? ഇത്രയൊന്നും കാണിക്കണ്ട. സത്യത്തിൽ ഉള്ളതിന്റെ പകുതിയെ കാണിച്ചിട്ടുള്ളൂ. പിള്ള ഒരു കാര്യം ചെയ്യും. ഈ വർഷം ഒരു 10,000 രൂപ നഷ്ടം കാണിച്ചത്. അല്ല, ചില മാസങ്ങളിലെ കണക്ക് സലീം സാറും കൂടി നോക്കി ബോധ്യപ്പെട്ടിട്ടുള്ളോ? അവൻ ഇതെല്ലാം ഓർത്തുകൊണ്ടിരിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ തന്നെ ഒരു മാസം ലാഭം കാണിച്ചാൽ അടുത്ത മാസം നഷ്ടം കാണിക്കണം. കണക്ക് എഴുതാൻ തന്നെ ഞാൻ പഠിപ്പിക്കണം. അല്ല, അതിപ്പോ ലെഡ്ജറിൽ കയറ്റിപ്പോയി. ലെഡ്ജർ മാറ്റിയതോളൂ. അതിനകത്ത് എനിക്ക് ശമ്പളം തരുന്നത്. പിന്നെ ഈ കണക്കും കാര്യമൊക്കെ ഞാനും താനും മാത്രം അറിഞ്ഞാൽ മതി. സലീം അറിയരുത്. അഥവാ അറിഞ്ഞാൽ നാളെ മുതൽ താൻ ആ കസാരയിൽ ഉണ്ടാവില്ല. പറഞ്ഞേക്കാം. ആ പോയിക്കോ. സലീം, തന്നെ പറ്റി ഞാനിതാ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. താൻ എന്താ ഈ കണക്കൊന്നും നോക്കാത്തെന്ന് ഞാനിതാ പിള്ളയോട് ഇതാ ഇപ്പൊ ചോദിച്ചേ ഉള്ളൂ. അതൊക്കെ താൻ തന്നെ നോക്കിയാൽ മതി. എടോ, താൻ ഒരു ചെറിയ വർക്ക്ഷോപ്പ് തുടങ്ങി. ഒരു വിഷമഘട്ടത്തിൽ തന്നെ ഞാൻ സഹായിക്കാൻ വന്നു. അങ്ങനെ നമ്മൾ പാർട്ട്നേഴ്സായി. ഇന്നിത് ഇത്രയും വലിയൊരു സ്ഥാപനമായിട്ട് ഉയർന്നു. എനിക്കതിൽ സന്തോഷമുണ്ടോ? ഈ വർഷത്തെ ബിസിനസിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? കഴിഞ്ഞ വർഷത്തേക്കാൾ നമുക്ക് ഒരുപാട് ജോലി കിട്ടി. നല്ല ലാഭവും കാണും, അല്ലേ? ഇതാണ് തന്റെ വിശ്വാസമെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാന്? അതെന്താ സുരേന്ദ്ര? ഈ വർഷവും നമുക്ക് ചുരുങ്ങിയത് ഒരു 20,000 രൂപ നഷ്ടം വരും. ലാഭമാണെന്നാ ഞാൻ കരുതിയത്. സലീമിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അതേ തോന്നും. കുറച്ചു ദിവസം താൻ ഈ കസാരയിൽ ഇരുന്ന് നോക്ക്. അപ്പോഴറിയാം കടം വാങ്ങി ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ട്. സാരമില്ല, താൻ വിഷമിക്കണ്ട. ഇന്ന് നഷ്ടമാണെങ്കിൽ നാളെ ലാഭം കിട്ടും. അതാണല്ലോ ബിസിനസ്. പിന്നെ സലീം, ഞാൻ ഒരിടത്ത് കുറച്ച് പണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെന്നാലേ അത് കിട്ടും. നാളെ ബാങ്കിൽ ഡ്യൂ കിട്ടണ്ടേ? ഞാൻ പോയിട്ട് വരാം. ഹലോ മമ്മി, ഞാനാ. സുരേന്ദ്ര സാറോ? എന്താ വിശേഷം? പിന്നെ അവിടെ ഒരു പുതിയ പെണ്ണ് വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. അവളെ ഇങ്ങോട്ട് അയക്കാമോ? അയ്യോ, അയക്കാമോന്നോ? നല്ല കാര്യമായി പോയി. ഇപ്പൊ തന്നെ അയക്കാമല്ലോ. സാറ് പഴയ ഹോട്ടലിൽ തന്നെയല്ലേ താമസം? അയ്യോ അല്ല, ഞാനിപ്പോ ഹോട്ടൽ റോബിൻസിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂം നമ്പർ 208. ഓക്കെ. സാവിത്രി. എന്താ മമ്മി? മോളെ, നീ ഹോട്ടൽ റോബിൻസ് വരെ ഒന്ന് പോണം. അവിടെ റൂം നമ്പർ 208 ഒരാള് നിന്നെയും കാത്തിരിക്കുന്നുണ്ട്. ശരി മമ്മി. Yes, come in. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇരിക്കും. ഇരിക്കാം. എന്താ പേര്? സാവിത്രി. മമ്മിയുടെ വീട്ടിൽ വരുന്ന എല്ലാ പെൺകുട്ടികളെയും ഞാനാണ് ആദ്യം പരിചയപ്പെടാറുള്ളത്. പക്ഷേ സാവിത്രി പരിചയപ്പെടാൻ അല്പം വൈകി. ഇല്ല സാറേ, നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. എവിടെ വെച്ച്? ഞാൻ ഓർക്കുന്നില്ലല്ലോ. എന്റെ ജീവിതത്തിൽ ഓർക്കാവുന്ന ഒരു അനുഭവം തന്നിട്ടുള്ളത് സാർ മാത്രമാണ്. അതുകൊണ്ട് സാറിനെ എനിക്ക് മറക്കാനാവില്ല. സാവിത്രി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇപ്പൊ എന്നെ മനസ്സിലായോ? ഞാൻ സാവിത്രിയെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. എവിടെയുമല്ല സാർ, നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ. ഒരിക്കൽ ഒന്നും അറിഞ്ഞൂടാത്തൊരു പാവം പെൺകുട്ടി അവളുടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടി. നിങ്ങൾ അവൾക്ക് രൂപ കൊടുത്തു. എന്നിട്ട് ആ കൈക്ക് കയറി പിടിച്ചു. ആ കൈയാണ് സാറേ ഇത്. ഓ, ഐ ആം സോറി.
എനിക്ക് മനസ്സിലായേയില്ല. നീ എത്ര സുന്ദരിയായിരിക്കുന്നു. ഇതുപോലൊരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഇനി കാണാനും പോകുന്നില്ല. ഉം. ആ. എന്താ സാവിത്രി? ആ കൈയെടുക്കൂ. അതെന്താ? എനിക്ക് നിന്നെ തൊട്ടുകൂടെ? പലർക്കും തൊടാനുള്ളതാണ് ഈ ശരീരം, പക്ഷെ നിങ്ങൾക്ക് അല്ല. അതെന്താ? ഞാൻ തരുന്ന പണമല്ലേ? നിന്റെ പണത്തിന് ഇനി ഈ ശരീരം കിട്ടില്ല. അന്ന് ഞാൻ നിലവിളിച്ചപ്പോൾ നീ പൊട്ടിച്ചിരിച്ചു. അന്ന് ഞാൻ അവിടെ തുടങ്ങി, ഇന്നിവിടെ എത്തി. എടീ, നീ ഇപ്പൊ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയാവോ? അറിയാം, വ്യഭിചരിക്കാൻ. പക്ഷേ നിന്റെ കൂടെ എനിക്കതിന് മനസ്സില്ല. നിനക്ക് ഇത്ര ധിക്കാരം? എടീ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ചു, ഇല്ലെങ്കിൽ നീ ബലം പ്രയോഗിക്കുമായിരിക്കും അല്ലേ? ഞാൻ എല്ലാം അഴിച്ചിട്ട് നിന്റെ മുമ്പിൽ നിൽക്കാം. എന്റെ അനുവാദമില്ലാതെ നിനക്കെന്റെ ശരീരത്തെ തൊടാൻ പോലും കഴിയില്ല. തൊട്ടാൽ ആ കൈ ഞാൻ വെട്ടും. എടീ, ഇതൊരു ഹോട്ടൽ മുറി ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടേക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം നിന്നെ കൊണ്ടുവന്ന് എന്റെ കിടക്കയിൽ കിടത്തി നിന്റെ അഹങ്കാരത്തിന് ഞാൻ പ്രതികാരം ചെയ്യും. അന്ന് നിന്റെയോ എന്റെയോ അവസാനമായിരിക്കും. തെരുവ് കിടക്കുന്ന പട്ടിയുടെ കൂടെ കിടന്നാലും നിന്റെ കൂടെ ഞാൻ കിടക്കില്ലടാ. സാവിത്രി, നിന്നെ ഞാൻ എങ്ങോട്ടാ പറഞ്ഞയച്ചത്? സുരേന്ദ്രന്റെ അടുത്തേക്ക്. എന്നിട്ട് ഞാനിങ്ങ് പോന്നു. അതിനല്ലേ നിന്നെ ഞാൻ എങ്ങോട്ട് അയച്ചത്? ഇന്ന് അയാളോടെ കഴിയാനായിരുന്നു. അതിനെനിക്ക് മനസ്സില്ലായിരുന്നു. എന്റെ ജീവിതം തകർത്തത് അവനാണ്. എന്നെ ഇവിടെ എത്തിച്ചത് അവനാണ്. അതുകൊണ്ട് നീ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. എടി, സുരേന്ദ്രനെ വെറുപ്പിച്ചിട്ട് നിനക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. മര്യാദയ്ക്ക് നീ അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. അത് സാധ്യമല്ല. എങ്കിൽ മേലാലെ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. ഇറങ്ങടി പുറത്ത്. പോകാം മമ്മി. സാവിത്രി, നീ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. എന്റെ പൊന്നു മോളെ, ഞാൻ നിന്നോടുള്ള സ്നേഹവും വാത്സല്യവും കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി. നീ അതൊക്കെ അങ്ങ് കാര്യമായിട്ട് എടുത്തു അല്ലേ? അതൊക്കെ അങ്ങ് മറന്നുകള മോളെ. വാ. ഇതിനെന്താ വില? സാവിത്രിക്ക് ഒരു ബലൂൺ വാങ്ങിച്ചേട്ടെ? ഞാൻ എന്റെ കൊച്ചു കുഞ്ഞാണോ? നിന്നെ കണ്ടുമുട്ടിയതിന് ശേഷം എന്റെ മനസ്സെന്തോ അങ്ങനെയായിരിക്കുന്നു. വീട്ടിൽ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യ, സ്നേഹത്തോടെയും അധികാരത്തോടെയും അവളോട് സംസാരിക്കുന്ന ഭർത്താവ്, അവരുടെ കുഞ്ഞ്, ഇത് എല്ലാ സ്ത്രീകളുടെയും സങ്കല്പമല്ലേ? നിനക്കും അങ്ങോട്ട് സങ്കല്പമില്ലേ സാവിത്രി? ഗോപി, ഞാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും വിറ്റ് കാശ് മാറിയവളാണ്. എനിക്ക് ആശിക്കാനോ അവകാശപ്പെടാനോ ഒന്നുമില്ല, ആരുമില്ല, ഉണ്ടായിരിക്കുകയും വരുത്.